എല്ലാവർക്കും നമസ്കാരം. തനതിടം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജനുവരി മാസത്തിൽ നമുക്ക് നട്ടുവളർത്താൻ പറ്റുന്നതായ പച്ചക്കറി വിളകൾ ഏതൊക്കെ എന്നുള്ളതാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൃഷി ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതുവർഷം ആശംസിക്കുന്നു. സ്വന്തം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി നട്ടുവളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നന്നായി കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ഈ ജനുവരി മാസം. എല്ലാ വിളകളും എല്ലാ സമയത്തും നട്ടുവളർത്താം. എന്നിരുന്നാലും ഓരോ വിളകൾക്കും ഓരോ പ്രത്യേക സമയമുണ്ട്. നന്നായി വളരുന്നതും കൂടുതൽ വിളവ് കിട്ടുന്നതും അതാത് സീസണുകളിൽ നടുമ്പോഴാണ്. അങ്ങനെ നോക്കുമ്പോൾ ജനുവരി മാസ കൃഷിക്ക് അനുയോജ്യമായ പച്ചക്കറി വിളകൾ ഏതൊക്കെ എന്ന് നോക്കാം. കൃഷി ചെയ്യുന്നതിന് ആദ്യമായി വേണ്ടത് മണ്ണൊരുക്കൽ തന്നെയാണ്. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണ്ണ് കിളച്ചൊരുക്കി കുമ്മായം കൂട്ടി യോജിപ്പിക്കണം. നേരിയ നനവുള്ള മണ്ണിലേക്കായിരിക്കണം കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടത്. കുമ്മായം ചേർത്തിളക്കി 15 ദിവസം കഴിഞ്ഞ് വേണം കൃഷിക്ക് ഉപയോഗിക്കാൻ. നിലത്താണ് നടുന്നതെങ്കിൽ 1 സെൻറ്റിലേക്ക് 2 മുതൽ 3 കിലോഗ്രാം വരെ കുമ്മായം ചേർത്ത് കൊടുക്കാം. ഗ്രോ ബാഗിലാണെങ്കിൽ 50 മുതൽ 70 ഗ്രാം വരെ എന്ന അളവിലും കുമ്മായം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ പാകപ്പെടുത്തിയെടുത്ത മണ്ണിലേക്ക് വേണം ഏത് വിളയും കൃഷി ചെയ്യുവാൻ. പച്ചക്കറി കൃഷിയിൽ കുമ്മായം ചേർത്താൽ ചെടികൾ നല്ല കരുത്തോടെ വളരുന്നത് കാണാം. ജനുവരി മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് പച്ചമുളക്. എല്ലാത്തരം പച്ചമുളകും ഇപ്പോൾ നടാവുന്നതാണ്. മുളക് വിത്ത് പാകുന്ന സമയത്ത് തന്നെ മണ്ണിൽ കുമ്മായം ചേർത്ത് വച്ചാൽ തൈ പറിച്ചു നടാൻ പാകമാകുമ്പോൾ മണ്ണും പാകപ്പെട്ട് കിട്ടും. ജനുവരി ആദ്യം തന്നെ ഇങ്ങനെ ചെയ്താൽ 3-ാമത്തെ ആഴ്ചയോടുകൂടി തൈ പറിച്ചു നടാൻ പറ്റുന്നതാണ്. തക്കാളിയും ജനുവരി മാസത്തിൽ കൃഷി ചെയ്യാവുന്നതാണ്. ഇത് പറിച്ചു നടാൻ പാകമായി നിൽക്കുന്ന തൈകളാണ്. ഞാൻ ഈ ഗ്രോ ബാഗിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും ചേർത്തിരിക്കുന്ന പോട്ടിംഗ് മിശ്രിതമാണ് നിറച്ചിരിക്കുന്നത്. ഇതിലേക്ക് തൈ നട്ടതിന് ശേഷം സ്യൂഡോമോണസ് ലായനി തളിച്ചു കൊടുക്കാം. പാവൽ, പടവലം, മറ്റ് വെള്ളരിവർഗ വിളകളായ മത്തൻ, കുമ്പളം, പീച്ചൽ എന്നിവയൊക്കെ ഈ സമയത്ത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അടുക്കളത്തോട്ടത്തിൽ വെള്ളരിവർഗ വിളകൾ നടുമ്പോൾ 2-3 തൈയെങ്കിലും നട്ടുപിടിപ്പിക്കുന്നത് കായ്പിടുത്തത്തിന് നല്ലതാണ്. ധാരാളം ആൺ പെൺപൂക്കൾ ഒരേ സമയം ഉണ്ടാകുന്നത് കാരണം പെൺപൂക്കളെല്ലാം കായായി തീരാൻ സഹായിക്കും. വെള്ളരിവർഗ വിളകളിൽ പ്രധാനമായി കണ്ടുവരുന്നതാണ് മത്തൻ വണ്ടിൻ്റെ ആക്രമണം. ഇതിൻ്റെ ലാർവ മണ്ണിൽ ജീവിക്കുന്നു. ഇത് തണ്ടിൽ കുത്തിയിറങ്ങി തണ്ടുണങ്ങുന്നതിന് കാരണമാകുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ ബിവേറിയ 20 ഗ്രാം പൊടി രൂപത്തിലുള്ളത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. വേപ്പെണ്ണ എമൽഷൻ ആഴ്ചയിലൊരിക്കൽ തളിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. ചീര, പയർ എന്നിവ എല്ലാ സമയത്തും നട്ടുവളർത്താൻ പറ്റിയ പച്ചക്കറി ഇനമാണ്. മഴക്കാലത്ത് ചീരയിൽ കണ്ടുവരാറുള്ള ഒരു രോഗമാണ് ഇലപ്പുള്ളി രോഗം. ഇലകളിൽ വെള്ള നിറത്തോടു കൂടിയ പൊട്ട് കാണുന്നതാണ് ലക്ഷണം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാം. ജനുവരി മാസത്തിൽ നടാൻ പറ്റിയ ഒരു വിളയാണ് വഴുതന. ഇത് എല്ലാത്തരം മണ്ണിലും വളരുന്നതാണ്. ബാക്ടീരിയൽ വാട്ടമാണ് വഴുതനയെ ബാധിക്കുന്ന പ്രധാന രോഗം. ഈ രോഗത്തെ ചെറുക്കുന്നതിന് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി അടിവളമായി ചേർത്ത് കൊടുക്കാം. എല്ലാത്തരം പയറുകളും എല്ലാ സമയത്തും നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ജനുവരി മാസത്തിൽ നട്ടു വളർത്താൻ പറ്റിയതാണ് ഉള്ളി. ഗ്രോ ബാഗിലോ ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്തോ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഉള്ളി നട്ടു വളർത്താവുന്നതാണ്. നല്ല നീർവാർച്ച സൗകര്യമുള്ള മണ്ണായിരിക്കണം ഉള്ളി കൃഷിക്ക്.
ഒരു ഗ്രോ ബാഗിലാണെങ്കിൽ ഒരു 5 ഉള്ളി വരെ നടാവുന്നതാണ്. ഈ ഉള്ളിയുടെ തണ്ട് കട്ട് ചെയ്തെടുത്തതാണ്. ശീതകാല പച്ചക്കറികൾ ഇതുവരെ നട്ടിട്ടില്ലാത്തവർക്ക് ഇപ്പോൾ നടാവുന്നതാണ്. വിത്ത് പാകി നടുന്ന സമയമൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ ആരുടെയെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നട്ടു കൊടുക്കാവുന്നതാണ്. ഞാനും ഇപ്രാവശ്യം താമസിച്ചാണ് ശീതകാല പച്ചക്കറിയൊക്കെ നട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കാണാം. ഇത് ബ്രൊക്കോളി, കാബേജ്, ഇത് മുള്ളങ്കി, ബീട്രൂട്ട്, ഇത് ക്യാരറ്റ്, ഇതുവരെ നട്ടിട്ടില്ലാത്തവർ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പച്ചക്കറി അവനവൻ്റെ വീട്ടിൽ നട്ടു വളർത്താൻ ശ്രമിക്കുക. വിത്തും തൈയുമൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്നും നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.